പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് ഞാൻ എൻ്റെ കർത്താവിനെ മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധനയിൽ കർത്താവ് ഒരുക്കിയ എല്ലാ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിനെ ഇഷ്ടമാത്രം ചെയ്യുന്നു. പ്രാർത്ഥിച്ച് മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്കൊക്കെ മറുപടി ലഭിക്കാതെ വരുന്ന സന്ദർഭങ്ങളിൽ നിരന്തരമായി പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കുകയും ചെയ്തിട്ടും മറുപടി ഒന്നും കിട്ടാത്ത മരുഭൂമി പോലെ വരണ്ട അവസ്ഥകൾ കടന്നു വരുമ്പോൾ നാം ചിന്തിക്കാറില്ലേ, കർത്താവ് എന്നെ മറന്നതാണോ? കർത്താവ് എന്നെ എന്താ കാണാത്തെ? എൻ്റെ അപേക്ഷകൾ എന്താ കേൾക്കാത്തെ? എന്നൊക്കെ നമുക്കൊരു ചിന്തയും വേദനയും വരാറുണ്ട്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 42-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്: നീ എന്നെ മറന്നത് എന്ത്? ശത്രുവിൻ്റെ ഉപദ്രവ ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതെന്ത് എന്ന് ഞാൻ എൻ്റെ പാറയായ ദൈവത്തോട് പറയും. സങ്കീർത്തനക്കാരൻ അഭയാചനയുടെയും സഹായത്തിനുള്ള വിടുതലിനു വേണ്ടിയും കണ്ണുനീരോടെ മനസ്സുരുകി പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമാണ് നാം വായിച്ചേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇങ്ങനെയാണ് ഒന്നാമത്തെ പദം ഇതാണ് പറയുന്നത്: നീ എന്നെ മറന്നതെന്ത്? പ്രിയരെ, മറക്കുക എന്ന് പറയുന്നത് വലിയ വേദനയാണ്. നമ്മെ മറന്ന പലരും കാണുമല്ലേ? കണ്ടിട്ട് കാണാതെ പോയ പലരും കാണും. പ്രൈസ് ദി ലോർഡ്. മറക്കേണ്ടവരല്ല, കൂടെ നിൽക്കേണ്ടവരാണ്, കൂടെ എന്നും കാണേണ്ടവരാണ്, സ്നേഹത്തോടെ നമ്മുടെ കൂടെ കാണുമെന്ന് പ്രതീക്ഷിച്ചവരാണ്. പക്ഷെ അവരിന്നില്ല. അവർ മറന്നു. മറ്റാരെയൊക്കെയോ സ്നേഹിച്ച് മറ്റാരുടെയൊക്കെ അടുക്കലായി അവർ ദൈവത്തിന് ഇഷ്ടം. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ, വേദനയുടെ മുഖങ്ങൾ വേദനയിലൂടെ കടന്നു പോയിട്ടുണ്ടോ? പ്രിയരെ, ദൈവത്തിൻ്റെ വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. ദൈവത്തിൻ്റെ വചനം ദാവീദ് ചോദിക്കുന്നൊരു ചോദ്യമാണ്. സ്തോത്രം. ഇങ്ങനെയാണ് ചോദിക്കുന്നത്: നീ എന്നെ മറന്നത് എന്ത്? ദൈവത്തിന് സ്തോത്രം. പല സന്ദർഭങ്ങളിലും ദാവീദ് പറയുന്നുണ്ട്. ഈ 13-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്: നീ എത്രത്തോളം എന്നെ മറന്നുകൊണ്ടിരിക്കും. 42-ാം സങ്കീർത്തനം വരുമ്പോൾ കോരഹപുത്രന്മാർ പറയാണ്: നീ എന്നെ മറന്നത് എന്ത്? പ്രൈസ് ഗോഡ്. വളരെ ആവേശത്തോടും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവഭക്തന്മാരാണ് 42-ാം സങ്കീർത്തനം പഠിക്കുമ്പോൾ കാണുന്നത്. അവിടെ ചോദിക്കുന്നൊരു ചോദ്യചിഹ്നം വിട്ട് ചോദിക്കുക: നീ എന്നെ മറന്നതെന്ത്? നമ്മെ മറന്ന പലരും ഈ ഭൂമിയിൽ കണ്ടേക്കാം. ഈ ഉലകത്തിൽ നമ്മെ സ്നേഹിക്കേണ്ടവരും നമ്മെ കാണേണ്ടവരും ഒരിക്കലും മറക്കില്ല, കൂടെ കാണുമെന്ന് പറഞ്ഞവരൊക്കെ മറന്നു കളഞ്ഞ ചില സന്ദർഭങ്ങൾ ഒരു പക്ഷെങ്കിൽ ഈ ഉലകത്തിൽ നമുക്കിന്ന് അനുഭവിക്കേണ്ടി വന്നേക്കാം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നമ്മെ മറന്നു കളയാത്ത, അധികം മഹത്വത്തോടെ ചേർത്തു പിടിക്കുന്ന സ്നേഹസമ്പന്നനായ ഒരു ദൈവം നമുക്ക് സ്വർഗത്തിലുണ്ട്. തൻ്റെ ശരീരത്തെ പോലും നമുക്ക് വേണ്ടി വിട്ടു നൽകി ആമേൻ അവസാനത്തുള്ളി രക്തം വരെ ഊറ്റി തന്ന് നമ്മെ വീണ്ടെടുത്ത നമ്മുടെ കർത്താവ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ കോരഹപുത്രന്മാരുടെ ചോദ്യമാണ്: നീ എന്നെ മറന്നതെന്ത്? രണ്ടാമത്തെ പദം പറഞ്ഞു ശത്രുവിൻ്റെ ഉപദ്രവ ഹേതുവായി. അപ്പം ഈ മറന്നതിലും വലിയൊരു വേദനയാണ് രണ്ടാമത്തെ പദത്തിൽ അവർ പറയുന്നത്. ശത്രുവിൻ്റെ ഉപദ്രവം ഹേതുവായി. അടുത്ത പറയുന്നത് ഞാൻ ദുഃഖിച്ചു നടക്കേണ്ടി വന്നതും എന്ത്? അപ്പം ശത്രുക്കൾ ഇടപെടാതെ ചോദിക്കുന്ന ചോദ്യം, നിന്റെ ദൈവം എവിടെ? അടുത്ത പദം അതാണ് പറയുന്നത്: നിന്റെ ദൈവം എവിടെ എന്ന് എൻ്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നോട് ചോദിക്കുന്നത്. അപ്പം പ്രിയപ്പെട്ടവരെ, ഈ മറന്നതൊരു വലിയ വേദനയാണ്. മറന്ന് കളഞ്ഞു എന്ന് ചിന്തിക്കുന്നത് വലിയൊരു വേദനയാണ്. അപ്പോൾ തന്നെ അധികം വേദനിപ്പിക്കുന്നൊരു വിഷയം, നമ്മുടെ രോഗങ്ങൾ കണ്ടിട്ടാകാം, നമ്മുടെ ക്ഷീണങ്ങൾ കണ്ടിട്ടാകാം, നാം അടിക്കടി സ്തോത്രം ഫേസ് ചെയ്യുന്ന പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ കണ്ടിട്ടും അറിഞ്ഞിട്ടുമാകാം, അല്ലെങ്കിൽ ഒറ്റപ്പെടലുകൾ കണ്ടിട്ടാകാം, സാമ്പത്തിക പ്രതിസന്ധികൾ കണ്ടിട്ടാകാം. ചുറ്റും നിന്ന് ഇടപെടാതെ ചോദിക്കുന്നൊരു ചോദ്യമാണ്: നിന്റെ ദൈവം എവിടെ? പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ഈ സന്ദേശം കേൾക്കുമ്പോൾ, ഈ സന്ദേശം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ
അങ്ങനെ ചില ചോദ്യചിഹ്നങ്ങൾ, അങ്ങനെ ചില ചോദ്യങ്ങൾ താങ്കളുടെ ജീവിതത്തിൽ, താങ്കളുടെ ലൈഫിൽ താൻ സ്തോത്രം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ സന്ദർഭത്തിൽ നിന്റെ ദൈവം എവിടെയാ? നീ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും, ഇത്രയും ഉപവസിച്ചിട്ടും, ഇത്രയും കരഞ്ഞിട്ടും നീ നല്ലതൊന്നും കാണുന്നില്ലല്ലോ, നിനക്കൊരു വിടുതൽ കിട്ടുന്നില്ലല്ലോ, പിന്നെ നീ ആ ദൈവത്തെ ആരാധിക്കുമല്ലേ എന്ന് ചോദിക്കുന്ന ചോദ്യമാണ് പലപ്പോഴും നമ്മെ മുറിവേൽപ്പിക്കാറുള്ളത്, നമ്മെ വേദനിപ്പിക്കാറുള്ളത്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ 12-ാം അധ്യായത്തിൽ കർത്താവ് ഒരു മനുഷ്യനെ വിളിക്കുകയാണ്, അബ്രാം എന്ന ദൈവ മനുഷ്യനെ. അബ്രഹാമിനോട് വാഗ്ദത്തം കൊടുക്കുമ്പോൾ അബ്രഹാം ശൂന്യതാവസ്ഥയിൽ നിൽക്കുകയാണ്. സമ്പാദ്യങ്ങളും സ്തോത്ര കന്നുകാലികളും എന്ന് വേണ്ട സാമ്പത്തിക ഭൗതിക നേട്ടങ്ങൾ തനിക്കുണ്ടെങ്കിലും തനിക്ക് ആഗ്രഹിച്ച ഒന്ന് തനിക്ക് തലമുറയില്ലായിരുന്ന വിഷയമാണ്. പക്ഷെ അവിടെ യഹോവയായ ദൈവം വിളിക്കുമ്പോൾ പറയുന്ന പദം, അബ്രാമേ എന്ന് വിളിച്ച് അബ്രഹാമിനോട് ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. അപ്പോൾ വലിയൊരു ജാതിയാക്കും എന്ന് പറയുമ്പോൾ തന്നെ ഒരാളെ കൊണ്ട് വലിയ ജാതിയാകാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതിന് സന്താന പരമ്പരകൾ ഉണ്ടാകണം, അതിന് സന്തതികൾ ഉണ്ടാകണം. സന്തതികൾ ഇല്ലാതിരുന്ന സമയത്ത് 75-ാമത്തെ വയസ്സിലാണ് വിളിക്കുന്നത്, അബ്രഹാമേ ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കുമെന്ന് പറയുന്നത്. ആ വാക്കിന് പുറകെ ഇറങ്ങി പുറപ്പെട്ട അബ്രാം നീണ്ട വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. നീണ്ട വർഷങ്ങൾ കാത്തിരിക്കുമ്പോൾ 15-ാം അധ്യായത്തിൽ അബ്രഹാം മറുചോദ്യം ചോദിക്കുന്ന ഭാഗം 1-ാം വാക്യത്തിൽ കാണും, 2-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. യഹോവയായ ദൈവം ഇപ്രകാരം പറയുന്നുണ്ട്, ഞാൻ നിന്റെ അതിമഹത്തായ പരിചയാകുന്നു എന്ന്, പ്രതിഫലമാകുന്നു എന്നും പറയുമ്പോൾ അബ്രഹാമിന് തിരിച്ചൊരു ചോദ്യമുണ്ട്. അത് മറ്റൊന്നുമല്ല. അബ്രഹാം ചോദിക്കും, ഞാനിങ്ങനെ മക്കളില്ലാത്തവനായിരിക്കുന്നത് നീ കാണുന്നില്ലേ? പ്രൈസ് ദി ലോർഡ്. വാഗ്ദത്തം കേൾക്കാഞ്ഞിട്ടാണോ അബ്രഹാമേ? പ്രവചന ശബ്ദങ്ങൾ നീ കേൾക്കാഞ്ഞിട്ടാണോ ഇങ്ങനെ ഒരു ചോദ്യം ദൈവത്തോട് ചോദിക്കേണ്ടി വന്നത്? എൻ്റെ പ്രിയരെ, പലപ്പോഴും പ്രവചന ശബ്ദങ്ങളെയും നാം കേട്ടിട്ടുള്ള ദൈവശബ്ദങ്ങളെയും ഒക്കെ അവിശ്വസിപ്പിക്കുന്ന നിലയിൽ ദുരിതപൂർണമായ അവസ്ഥയും വേദനാജനകമായ അവസ്ഥകളും കൊണ്ടിടുന്ന സാഹചര്യങ്ങൾ വരും. എന്നാ അബ്രാമിന് ചോദിക്കാം, എടാ ഇറങ്ങി പുറപ്പെടാൻ തുടങ്ങുന്നതിന് മുമ്പ് കേട്ട വാഗ്ദത്തമാ, കേട്ട ദൈവശബ്ദമാ. പക്ഷെങ്കിൽ നാളിതുവരെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സ്തോത്രം മറുപടിയും കാണുന്നില്ല. ഇന്ന് ഈ സന്ദേശം പറയുമ്പോഴും എനിക്ക് നിശ്ചയമായി പറയാൻ കഴിയും, ചിലർ ദൈവശബ്ദം നാളുകളായി ദൈവശബ്ദം കേട്ടിട്ടുണ്ട്, വർഷങ്ങളായി ദൈവശബ്ദം കേട്ടു, ദർശനങ്ങൾ കണ്ടിട്ടുണ്ട്. ആ ദൈവശബ്ദം ഇന്നുവരെ ഒന്നും ഫലപ്രാപ്തിയിലെത്താതെ, ഒരു വിടുതൽ കാണാൻ കഴിയാതെ, അത് ഒരു മരുഭൂമിയിൽ വരണ്ട അവസ്ഥ എങ്ങനെയാണോ അതുപോലെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട്. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ ആത്മ പറയുന്നു, സ്തോത്രം, നിന്റെ ദൈവം എവിടെയെന്ന് ചോദിച്ചെടുത്ത് ദൈവം ചിലത് വെളിപ്പെടുത്താൻ പോകുന്നു. നിന്റെ ദൈവം എവിടെയെന്ന് ഇടവിടാതെ നിന്നെ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തി അവിശ്വസിപ്പിക്കുന്ന നിലയിൽ, വ്രണപ്പെടുത്തുന്ന നിലയിൽ, മുറിവേൽപ്പിക്കുന്ന നിലയിൽ വേദനിപ്പിച്ച ചില വാക്കുകളെ, വേദനയിലെ മുൾമുനയിൽ നിർത്തിയ ചില വ്യക്തികളുടെ മുൻപിൽ നിന്റെ ദൈവം എവിടെയെന്ന് ചോദിച്ചില്ലേ, അതിൻ്റെ നടുവിൽ മഹത്വത്തോടെ ദൈവം ചിലത് പ്രവർത്തിക്കും. പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം ചെയ്യും. അപ്പം മറന്നതല്ല, മറന്നതുപോലെ ഒരു ഫീലിംഗ് നമുക്കുണ്ടായേക്കാം. അബ്രഹാമിനോട് ചോദിച്ചാൽ അബ്രഹാം പറയാം, കർത്താവേ നീ പറഞ്ഞ വാഗ്ദത്തം മറന്നുപോയോ? നീ എന്നോട് പറഞ്ഞ ദൈവശബ്ദം നീ മറന്നുപോയോ ദൈവമേ എന്ന് ചോദിക്കുക. പ്രൈസ് ഗോഡ്. കർത്താവിനോട് ചോദിക്കുക, അബ്രഹാം ചോദിക്കുക, കർത്താവ് ഞാൻ മക്കളില്ലാത്തവനായിരിക്കുന്നത് നീ കണ്ടില്ലേ? ചോദിച്ചതിൻ്റെ ആശയം അത് തന്നെ ആയിരിക്കാം. ഞാൻ അതിമഹത്തായ പരിചയ പ്രതിഫലമെന്ന് പറയുമ്പോൾ അബ്രഹാം ഞാൻ മക്കളില്ലാത്തവനായിരിക്കുന്നത് നീ മറന്നുപോയോ? പ്രൈസ് ഗോഡ്. മറന്നുപോയോ? പ്രിയരെ, പലപ്പോഴും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ലേ? വാഗ്ദത്തങ്ങൾ കേട്ടിട്ടും പ്രതീക്ഷയോടും പ്രത്യാശയോടും വിശ്വാസത്തോടും മുൻപോട്ട് സ്റ്റെപ്പുകൾ വെച്ചിട്ടും, മോശയുടെ മുമ്പിൽ ചെങ്കടൽ വിഭജിച്ചത് ഞങ്ങൾ വായിച്ചിട്ടും അനുഭവത്തിൽ അത് ഇഷ്ടത്തിന് വിശ്വസിച്ച് പ്രാർത്ഥിക്കും, ഞങ്ങളുടെ മുമ്പിൽ ചില ചെങ്കടലുണ്ട്, മാറുന്നില്ല. പ്രൈസ് ഗോഡ്. എത്ര മുൻപോട്ട് ചവിട്ടിയിട്ടും അത് മാറുന്നില്ല. അല്ലേ പ്രിയമുള്ളവരെ? ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നിട്ടില്ലേ? വളരെ ലളിതമായ നിലയിൽ ഞാൻ എൻ്റെ പ്രിയമുള്ളവരോട്
കർത്താവ് എന്നോട് സംസാരിച്ച അതിശക്തമേറിയ ഒരു തിരുവചന ഭാഗമാണ് ഞാൻ കൈമാറുന്നത്. അബ്രഹാം ചോദിക്കുന്ന ചോദ്യം അതാ, നീ മറന്നുപോയോ ദൈവമേ നീ എന്നോട് പറഞ്ഞ വാഗ്ദത്തം? എന്നോട് പലപ്പോഴും സംസാരിക്കാറുണ്ട്, പക്ഷെ വാഗ്ദത്തം മറന്നുപോയതുപോലെ ഒരു ഫീലിംഗ് ഇല്ല. അബ്രഹാമേ, എനിക്കൊരു ടൈമുണ്ട് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, എപ്പോഴാണ് ആ ടൈം? എപ്പോഴാണ് കർത്താവേ ആ ടൈം? എനിക്ക് വേണ്ടി അങ്ങെന്താ പ്രവർത്തിക്കാത്ത എന്നൊക്കെ ചോദിക്കുന്ന ചില ചോദ്യങ്ങളില്ലേ? ഇന്ന് ഈ സന്ദേശം പറയുമ്പോൾ അദൃശ്യ മേഖലകൾക്കകത്ത് താങ്കൾക്ക് വേണ്ടിയിട്ടുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തി അതിമഹത്വത്തോടെ ചലിക്കുമെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. കോരഹപുത്രന്മാർ ചോദിക്കുന്ന ചോദ്യമാണ്, നീ എന്നെ മാറുന്നത് എന്ത്? ശത്രുവിൻ്റെ ഉപദ്രവഹേതുമായി ഞാൻ ദുഃഖിച്ച് നടക്കുക. എന്നാ പലരും ചോദിക്കുക. ഹന്നയോട് പെനീന വീടിനകത്ത് കുത്തുവാക്കുകൾ പറയാൻ തുടങ്ങി. എന്തുവാ? ഇടവിടാതെ ഹന്നയോട് പെനീന പറയാ, നിനക്ക് മക്കളില്ലല്ലോ, നിനക്ക് തലമുറയില്ലല്ലോ, പിന്നെ നീ പള്ളിയിൽ പോവാ, നീ പ്രാർത്ഥിക്കാമോ, നീ ഉപവസിക്കുക, നീ കരയുകയാ, നീ നെടുവീർപ്പിടുകയാ, നീ ആ ദൈവത്തെ വിളിക്കാം, നിനക്ക് മക്കളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, നീ ഒരു നല്ല കാലം അനുഭവിക്കാൻ പോകുന്നില്ല, നിന്റെ തലമുറയ്ക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാകത്തില്ല എന്നൊക്കെ പറയുന്നവർ കാണും. അവരോടുള്ള ദൈവത്തിൻ്റെ മറുപടി, അധികം കാലം ദുഃഖിച്ച് നടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. അതിമഹത്വത്തോടെ ചിലർ കാണത്തക്ക നിലയിൽ അതിമഹത്വത്തോടെ ചില ദൈവപ്രവർത്തികൾ വെളിപ്പെടുത്തും പരിശുദ്ധാത്മാവ്. ഇനി ചോദിക്കുന്ന ചോദ്യങ്ങളുടെ മുൻപിൽ ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നത് എന്ത്? എന്നിട്ട് ഒരു ഉറപ്പോടുള്ള വാക്യം അടുത്ത ഭാഗം പറയുകയാണ്. ലാസ്റ്റ് ഭാഗം പറയുകയാണ്, എന്ന് ഞാൻ എൻ്റെ പാറയായ ദൈവത്തോട് പറയും. അപ്പോൾ ഉറപ്പുള്ളൊരു ദൈവമുണ്ടെന്ന് കോരഹപുത്രന്മാർ പറയുക. ഞാൻ ദുഃഖിച്ച് നടന്നത് വാസ്തവമാണ്, നീ എന്നെ മറന്നത് വാസ്തവമാണെന്ന് ഞാൻ ചിന്തിക്കുകയാണ്, കാര്യം അതുപോലെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോവുക എന്ന് പറയുമ്പോഴും കോരഹപുത്രന്മാർ പറഞ്ഞു നിർത്തുന്ന വേദഭാഗം, എന്ന് ഞാൻ എൻ്റെ പാറയായ ദൈവത്തോട് പറയും. അതിനർത്ഥം എനിക്ക് ഉറപ്പുള്ളൊരു ദൈവമുണ്ടെന്നാണ്. പ്രിയരെ, നമുക്ക് ഉറപ്പുള്ളൊരു ദൈവമുണ്ട്. നമുക്ക് വാഗ്ദത്തം തന്നവൻ വിശ്വസ്തനാണ്. നമ്മുടെ വിഷയങ്ങൾക്കകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടും. വളരെ പ്രാർത്ഥനയോടും ദൈവാശ്രയ ബോധ്യത്തോടും ദൈവസന്നിധിയിൽ നമുക്ക് മുൻപോട്ട് പോകാം. നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്നൊരു ദൈവമുണ്ട്. നമുക്ക് വേണ്ടി വീര്യപ്രവൃത്തികളെ ചെയ്യുന്നൊരു ദൈവമുണ്ട്. ദൈവം എവിടെയെന്ന് ചോദിക്കാൻ ഇനി അനുവദിക്കാതെ അത്ഭുതങ്ങളെ ദൈവം ചെയ്യും. വളരെ പ്രാർത്ഥനയോടെ ദൈവാശ്രയ ബോധ്യത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം. കർത്തവ്യ വചനങ്ങളാൽ നമ്മെ എവരെയും അനുഗ്രഹിക്കുവാനാകട്ടെ. ഗാഡ് ബ്ലസ് യു. താങ്ക് യു.